ഗഡികള് ഞാൻ പഠിച്ചിരുന്ന ഇടയ്ക്കൂർ ഷീദ് സാഹിബ് സ്കൂളിലാട്ടാ ഇപ്രാവശ്യത്തെ ഉപജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കണേ 4 ദിവസങ്ങളിലായിട്ടാണ് പ്രോഗ്രാം. ഇതുവരെ ആയിട്ട് എനിക്കാണ് പോകാൻ പറ്റില്ലടോ. നമ്മള് പഠിച്ച സ്കൂളിൽ ഇത്രയും വലിയ പരിപാടിയൊക്കെ നടക്കുമ്പോ നമുക്ക് കടയിരിക്കുമ്പോ ഒരു സമാധാനം ഇല്ലാതെ യൂട്യൂബിൽ ലൈവൊക്കെ ഇരുന്ന് കുറച്ച് കണ്ടോക്കി നമുക്ക് ഒരു ഇമ്പം കിട്ടില്ലാതെ. ഇപ്പൊ ഞാൻ പോണത് നമ്മളെ സ്കൂളിലേക്കാണ്. നേരെ വൈകിട്ട് എത്തണമെങ്കിലും എന്തുട്ടാ അവസ്ഥ എന്നറിയാലോ. കഴിഞ്ഞടോ, എല്ലാം കഴിഞ്ഞു. അല്ലെങ്കിൽ രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ പ്രോഗ്രാമും കഴിയൂലേ. ഞാനിതൊരു മണ്ടന. ഏതായാലും വന്നതല്ലേ, ഇനി കുറച്ചേരം സ്കൂളിലെ ഭംഗി കണ്ടിക്കാം. ഈ കാണുന്ന ഭാഗത്താണ് ഞാൻ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. ഈ കാണുന്ന ക്ലാസ്സിലാണ് ഞാൻ +1 +2 ഒക്കെ പഠിച്ചത്. ഇവിടുന്ന് കിട്ടിയ കുറെ നല്ല ഫ്രണ്ട്സുകളുണ്ട്. അവരെന്നാട്ടോ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. വന്ന ഫയർഫോഴ്സ് വരെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോയി. നമ്മുടെ സ്കൂളിലെ പരിപാടി ആയതുകൊണ്ട് വീട്ടിലെ പോകാൻ പറ്റാതിരിക്കുന്ന കുറച്ച് മാഷ്മാരുണ്ട്. SPC കുട്ടികളുടെ ഇൻചാർജുള്ള സിറാജ് മാഷും ജോഷി സാറും എന്നെ അറബിക്ക പഠിപ്പിച്ചിരുന്ന സലാം മാഷും മാത്രമല്ലോട്ടാ. ഇവരാണ് നമ്മുടെ സ്കൂളിലത്തെ SPCയുടെ ചുണക്കുട്ടന്മാര്. ഇവര് മാത്രല്ലേട്ടാ, ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം അവരൊക്കെ വീട്ടിൽ പോയി. ഇനിയിപ്പോ ഞാനിവിടെ വന്നിട്ട് എന്താ കാര്യം, ഞാനും പോട്ടെ വീട്ടിലിട്ട്. ഗഡികള്, ഞാൻ വിടാൻ ഉദ്ദേശിച്ചില്ലാട്ടാ. നമ്മുടെ സ്കൂളിൽ നടക്കണ ഉപജില്ലാ കലോത്സവത്തിന്റെ ലാസ്റ്റ് ദിവസമാണെന്ന്. കടയെ പോക്കൊക്കെ നമുക്ക് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലാന്നേ. ഇനി നമ്മുടെ സ്കൂളിൽ കലോത്സവം വരണമെന്നുണ്ടെങ്കിൽ 5 or 6 കൊല്ലം കഴിയണം. അന്നൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ പഠിപ്പിച്ച മാഷ്മാരും ടീച്ചർമാരൊക്കെ അവിടെ റിട്ടയർഡ് ആവും. പിന്നെ നമുക്ക് സ്കൂളിൽ പോയ ഒരു വാല്യൂ ഉണ്ടാവില്ലേ. 100ഓളം സ്കൂളുകളിൽ നിന്ന് 6000-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത വലിയൊരു പരിപാടി നെയ്തോ നമ്മുടെ ഉപജില്ലാ കലോത്സവേ. ഈ 3 ദിവസങ്ങളിലായിട്ട് വരാതിരുന്ന വലിയ നഷ്ടമായി പോയിന്നേ. പല സ്റ്റേജുകളിലായിട്ടാ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണേ. പുറത്ത് സ്റ്റേജ്, അകത്ത് സ്റ്റേജ്, ക്ലാസ് റൂമുകളിൽ സ്റ്റേജ്, അങ്ങനെ മൊത്തം സ്റ്റേജുകളാണ്. ഈ സ്റ്റേജിൽ നിന്നൊക്കെ പരിപാടി നടത്തിയിട്ട് ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാരെ കൊടുത്തിട്ട് ചാനലുകാരെ സ്റ്റേജിൽ വേറെ പരിപാടി. പല ജാതി കലാരൂപങ്ങൾ സ്റ്റേജിൽ അരങ്ങേറുണ്ടെങ്കിലും വായനോട്ടം എന്നുള്ളതൊരു കോമ്പറ്റീഷൻ ആയിട്ട് ആക്കുകയാണെങ്കിൽ അതിന്റെ ഓവറോൾ ട്രോഫി നമ്മുടെ സ്കൂളിൽ തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചവിട്ട് നാടകമൊക്കെ കാണുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്ന ചങ്ങായി മിഥുനക്ക് വീട്ടില് ഡെയിലി ചവിട്ട് നാടകം ആയതുകൊണ്ട് അവനക്ക് ഒന്നൊരു പുത്തിരല്ല, പക്ഷെ ഉമ്മക്ക് ഒരു കൗതുകാണേ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ചെക്കാത്മാർത്ഥമുള്ള കേട്ടാ. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് നടക്കണ കാരണേ ഇവനെയും നമ്മൾ അംഗീകരിച്ചിടൂ. ചാനലിലൊക്കെ പോയിട്ട് പറഞ്ഞു ഞാൻ ബ്ലോഗറാണെന്ന്. എന്താ ചെയ്യല്ലേ, ഞങ്ങളെ എത്ര ഉദ്ദേശിച്ചത്. പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഞാൻ എന്റെ കുറച്ച് ടീച്ചർമാരെ പോയി കാണട്ടെ. സ്കൂളിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോ വരാനുള്ള ആവേശം നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ കാണാന്നുള്ള കേട്ടാ. പല ടീച്ചർമാരും റിട്ടയർഡ് ആയി പോയിക്കണു. എന്നാലും കുറെ പുതിയ ടീച്ചർമാരും കുറെ പഴയ ടീച്ചർമാരൊക്കെ ആയിട്ട് കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഉള്ളവർക്കാണെങ്കിലോ യാതൊരു മാറ്റൂലാന്നേ. കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടുനോക്കിയാലോ. അങ്ങനെ കലോത്സവത്തിന്റെ പരിപാടികളൊക്കെ അവസാനിച്ചു. ഈ ഇരിക്കണ ഓവറോൾ ട്രോഫി ആര് കൊണ്ടുപോകുന്നുള്ള വിധി അറിയാനുള്ള നിൽപ്പാണ്. അതിനായിട്ട് സബ് കളക്ടർ വരണം. കളക്ടർ സാറിനെ വരവേൽക്കാൻ SPC വിദ്യാർത്ഥികളൊക്കെ റെഡിയാട്ടാ. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും സബ് കളക്ടർ സാർ എത്തിയിട്ടാ. ഇപ്പോഴത്തെ കളക്ടർ സാർമാരുടെ ഒക്കെ ലുക്ക് നോക്കിയേ. ദിക്കിങ് ചെയ്ത് മമ്മൂട്ടിയെ മാറിക്കും. സമാപന സമ്മേളനം ഉദ്ഘാടനം കഴിഞ്ഞ് 2 വാക്ക് ആശംസയും പറഞ്ഞോണ്ട് നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന ആ ഓവറോൾ ട്രോഫി അതാർക്കാന്നുള്ള വിധി പ്രഖ്യാപിക്കാൻ പോണ്. 550 പോയിന്റ് നേടി 550 പോയിന്റ് നേടി ഇതിലിപ്പോ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് LFനെ കൊണ്ടുപോറേ. ഇപ്പൊ 10ാമത്തെ വർഷമായിട്ട് ഇവർക്ക് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലെ ചീത്ത പേര്. അതുകൊണ്ട് ഇവരുടെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീട്ടിൽ കാണാട്ടാ. അപ്പൊ ഓക്കെ, ബൈ.